ആയം വ്യയം. ആയം വ്യയം എപ്പോഴും നമ്മൾ കൂടുതൽ സംസാരിച്ച് കാണുന്ന രണ്ട് വാക്കുകളാണ്. അപ്പോൾ അതിന് നമ്മൾ കൽപ്പിച്ചിട്ടുള്ള അർത്ഥം വരവ് ചെലവ് അല്ലേ? അത് മാത്രമാണോ ഈ വ്യയം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആയവും വ്യയവും തമ്മിലുള്ള ഈ വ്യത്യാസം എപ്പോഴും ആയം കൂടി നിൽക്കണമെന്നും വ്യയം കുറഞ്ഞ് നിൽക്കണമെന്നും ഉള്ള രീതിയിലാണ് നമ്മൾ കണക്കുകൾ കൽപ്പിക്കുന്നത്. പക്ഷേ വ്യയത്തിൻ്റെ അർത്ഥങ്ങൾ ഇതിനപ്പുറമാണ്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ്യയം എന്ന പദത്തിൻ്റെ അർത്ഥമാണ്. അതിൻ്റെ ഡീപ്പ് ലെവലിലുള്ള അർത്ഥമാണ്. അത് വ്യയം എന്ന് പറയുന്നത് ചെലവ് മാത്രമല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചെലവിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ല വ്യയം. വ്യയത്തിന് അതിനേക്കാളും വ്യാപ്തിയുണ്ട്. ആ പദത്തിന് അതിനേക്കാളും വ്യാപ്തിയുണ്ട്. ഇപ്പോൾ ജ്യോതിഷത്തിൽ 12ാം ഭാവത്തിനെ കുറിച്ച് പറയും. 12ാം ഭാവത്തിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം വ്യയത്തിനും ബാധകമാണ് എന്നാണ് പറയുന്നത്. വ്യയം എന്ന് ഉദ്ദേശിക്കുന്നത്, വ്യയം കൂടി നിന്നാൽ അനുഭവിക്കേണ്ട ചില ഫലങ്ങളെക്കുറിച്ച് വീണ്ടും നമുക്ക് പറയാം. വ്യയം കൂടി നിന്നാൽ ദാരിദ്ര്യം മാത്രമല്ല, ശരീര തളർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബന്ധനം, നമുക്കൊരു എന്താ പറയുക, ബന്ധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊരു ബന്ധനം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീപ്പ് ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പൂട്ടി കിടക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ, നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥ. പിന്നെ സ്ഥാനഭ്രംശം, പ്രമോഷൻ. വ്യയം കൂടി ഒരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ആ പ്രമോഷൻ ഇല്ലാതെ വരും, അല്ലെങ്കിൽ ആ നമ്മളിരിക്കുന്ന പൊസിഷൻ ഡിമോട്ട് ചെയ്തപ്പെട്ട് താഴോട്ട് പോകാനും സാധ്യതയുണ്ട്. അത് ഈ സ്ഥാനഭ്രംശം എന്ന് പറയുന്ന കാര്യം വ്യയം കൂടി നിന്നാൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് വ്യയം കൂടി നിൽക്കുമ്പോഴത്തേക്കും ചിലവ് കൂടുന്നു, ദുഷ്ചെലവ് കൂടുന്നു എന്നുള്ളതാണ് അതിനകത്ത് കാര്യം. ഈ വ്യയം എപ്പോഴും വ്യയം കുറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു കണക്കാണ് നമ്മൾ സമീപിക്കേണ്ടത് വാസ്തുവിൽ. അപ്പോൾ അത് നമ്മൾ ഈ കണക്ക് നിശ്ചയിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് നോക്കാം. അപ്പോൾ ഈ വ്യയാധിക്യം കൂടിയ കണക്കുകൾ ഒരു കാരണവശാലും വാസ്തുവിൽ സ്വീകരിക്കാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരും നന്ദി, നമസ്കാരം.